ശ്രീ രാജൻ ജോസഫ്, രാജ്യത്തിനകത്ത് ഉരുണ്ടുകൂടുന്ന ആഭ്യന്തര കലാപം കൂടി ഇറാന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ? അത് തീർച്ചയായിട്ടും സൃഷ്ടിക്കും. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ഇറാനകത്തൊരു ആഭ്യന്തര കലാപത്തിനൊക്കെയാണ് പോകുന്നത്. ലിബിയയിലും ഈജിപ്തിലുമൊക്കെ നമ്മൾ കണ്ട മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ അതേ വഴിയിലൂടെ ഇറാൻ സഞ്ചരിക്കുന്നുള്ളത്. ഞാൻ ഈ യുദ്ധത്തിൻ്റെ തുടക്കം തൊട്ട് ആദ്യ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇറാനിലെ ജനത ഈ മോചനം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനീയനായ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ അടിമത്തത്തിലാണ്. അവിടെ ഹിജാബ് ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളേ ഉള്ളൂ, ആയത്തുള്ള ഖൊമൈനി. കാരണം പുള്ളി ഇപ്പോൾ പുള്ളിയുടെ മുഖം കാണിക്കാൻ പറ്റില്ല, പുള്ളി ചാക്കും മൂടി പെൺവേഷം കെട്ടി അവിടെ നിൽക്കിയിരിക്കും എന്നുള്ളതാണ്, ബംഗറിലൊക്കെ കഴിയുകയാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പുള്ളിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല. നിങ്ങൾ ആലോചിക്കേണ്ട എത്രയോ സൗണ്ടായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് ഇറാൻ എന്നുള്ളതാണ്. നമ്മളുമായിട്ടുള്ള വ്യാപാരമൊക്കെ നേരത്തെ പറഞ്ഞു, വ്യാപാര ബന്ധങ്ങൾ, പേർഷ്യയുമായിട്ടുള്ള പേർഷ്യൻസ് കൾച്ചർ, അവരുടെ അതേപോലെ തന്നെ ആർക്കിടെക്റ്റ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പലതും കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം ദീർഘകാലത്ത് ഉണ്ടായിരുന്നു. അവരും നമ്മളും തമ്മിൽ സാംസ്കാരിക സമന്വയങ്ങൾ നടന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ആ നാടിനെയാണ് ഈ ആയത്തുള്ള ഖൊമൈനി വന്നതിന് ശേഷം, പ്രത്യേകിച്ചും 1977 തോന്നുന്നു ഇറാൻ ഇസ്ലാമിക് റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അതിന് ശേഷം റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വിപ്ലവം എന്ന് പറഞ്ഞാൽ അത് പുരോഗമനത്തിൻ്റെ വഴിയിലേക്ക് പോകാനുള്ളതാണ്. ഇവിടുത്തെ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിൻ്റെ ഏതോ പ്രാകൃതമായ കാലഘട്ടത്തിലെ ആചാരങ്ങളിലേക്ക് ഒരു ജനതയെ, ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ പ്രശസ്തമായിരുന്നതാണ്. കെയ്റോ യൂണിവേഴ്സിറ്റി പോലെ, നമ്മുടെ കാബൂൾ സർവകലാശാല പോലെയൊക്കെ അവിടെ തകർന്നു പോയത് ഈ കാബൂളും ടെഹ്റാനും ഒക്കെയാണ് തകർന്നു പോയത്, പിന്നോട്ട് നയിക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എനിക്ക് ആദരണീയനായ ശ്രീ ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം, കാരണം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹവും പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഇറാൻ്റെ ഏറ്റവും വലിയ ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് അത് ഒരിക്കലും ജൂതന്മാരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സുന്നി മുസ്ലിങ്ങളാണ് അവരെ ഏറ്റവും വലിയ ശത്രുക്കൾ. അവർ സയനിസത്തിനെതിരെ പോരടിക്കാനാണോ അവർ അബുദാബിയിലേക്ക് ഹൂതികളെ കൊണ്ട് മിസൈലും ഷെല്ലും വെടിയിക്കുന്നത്? അവർ റിയാദ് ആക്രമിച്ചത് എന്തിനാണ്? സൗദി അറേബ്യയിൽ റിയാദ് ആക്രമിച്ചത് അതും ഹൂതികളെ കൊണ്ട് ആക്രമിപ്പിച്ചു. അവർ ഹിസ്ബുള്ളയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു, അത് ഇസ്രായേലിനെ ആക്രമിക്കാൻ. അവർ ഹമാസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ലോകത്താകെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പാലുകൂട്ടി വളർത്തുന്ന ഒരു നികൃഷ്ട ജീവിയായി ആയത്തുള്ള ഖൊമൈനി മാറുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? അബുദാബിയിലോട്ടും റിയാദിലേക്കൊക്കെ മിസൈൽ വിട്ടിട്ടുള്ളത് സയനിസത്തെ പ്രതിരോധിക്കാനാണ്, അതേപോലെ തന്നെ ഇസ്രായേലിനെ തകർക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങുക. ഇത് പണ്ട് ഇവർ പറഞ്ഞ മാതിരിയാണ്. ജോസഫ് മാഷ കൈവെട്ടിയത് സുഡാപ്പികൾ ഈ സംഘപരിവാറിനെ പ്രതിരോധിക്കാനായിരുന്നല്ലോ ജോസഫ് മാഷ കൈവെട്ടിയത് എന്ന് പറയുന്ന പോലെയുള്ള വർത്താനാണ്. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഷിയ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഓബ്ദുള്ള സാഹിബ് പ്രതിദാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും ഏറ്റവും വലിയ ശത്രുക്കളും സുന്നി മുസ്ലിങ്ങളാണ്. ഇവർ ഭൗതികമായി ഇവർക്കിടയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തും, എന്നിട്ട് പാവപ്പെട്ട സുന്നികളെ കൊണ്ട് ആയുധരിപ്പിക്കും. ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു കേസിൽ പ്രതിയായിട്ട് അകത്തേക്കുമില്ല. അപ്പം അതേസമയം അവർ വേണ്ട പ്രചാരണം നടത്തും. വേണ്ട സുന്നി മുസ്ലിം പണ്ഡിതനെ 1970-കളിൽ ഖത്തറിലെ ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി അടച്ചതിൻ്റെ കഥ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഒ അബ്ദുള്ള സാഹിബ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അതിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതായിരിക്കും, ചിലപ്പോൾ പറഞ്ഞ കൂട്ടത്തില്ല. കാരണം ഒരു സുന്നി മുസ്ലിം പണ്ഡിതൻ അവിടെ വന്നപ്പം അദ്ദേഹം ജുമായ്ക്ക് ശേഷം നമ്മളെ സംസാരിച്ച സമയത്ത് കുത്തുബയ്ക്കകത്ത് നടത്തിയ ചില പരാമർശങ്ങൾ, കാരണം അവിടുത്തെ ഖത്തറിലെ മതകാര്യ വകുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഷിയ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഖൊമൈനിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് ഇവർ തന്നെയാണ്, സുന്നി മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് റിയാദ് ആക്രമിക്കുന്നത്, അതുകൊണ്ടാണ് അബുദാബി ആക്രമിക്കുന്നത്. മാത്രമല്ല ഹൂതികളെ വെച്ചിട്ട് സൂയസ് കനാലിൽ കൂടി പോകുന്ന ചരക്ക് കപ്പൽ ആക്രമിപ്പിച്ചു. ചരക്ക് കപ്പൽ ആക്രമിപ്പിച്ചപ്പം ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഒക്കെ നേതൃത്വത്തിൽ 10-23 രാജ്യങ്ങളുടെ ഒരു സഖ്യം രൂപീകരിച്ചപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സഖ്യം രൂപീകരിച്ചപ്പോൾ ആ സഖ്യത്തിനകത്ത് ബഹ്റൈൻ പാർട്ട്ണറാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ സൗദി അറേബ്യയും UAEയും ബഹ്റൈനും ഈജിപ്തും ഒക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു പ്രസ്താവന നടത്തും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരും, പരാജയപ്പെടും അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരും. അതിനപ്പുറത്തേക്ക് അവർ പോവില്ല, അവർ പോകാൻ കഴിയില്ല. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നതാണ്, അവർക്കുള്ള ത്രെട്ടാണ് ഇറാൻ എന്ന് പറയുന്നതും അവിടുത്തെ
ഖുമേനിയും അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളും. അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ നിർവീര്യമാക്കുക എന്നത് അവിടെ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് കൂടി ഭീഷണിയാണെന്നുള്ള തിരിച്ചറിവുണ്ട്. കാരണം ഇവർ ഭ്രാന്തന്മാരെ എവിടെയും കൊണ്ടുപോയി പൊട്ടിക്കും. ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കുന്നത് പൊട്ടിക്കാനല്ല, പ്രതിരോധിക്കാനാണ് ഇവന്മാരെ. ഇവിടെ ആയുധം കൈവശമുള്ള രാജ്യങ്ങളൊന്നും പൊട്ടിക്കുന്നില്ല. അങ്ങനെ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ ഉണ്ടാവില്ല, ഇവരെന്തും ചെയ്ത് കളയും. ശരിയാ. ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ നടത്തിയവർ അവർ ഭ്രാന്തന്മാരാണോ? അല്ലേ? അതിലൊരു മുസ്ലിം ഇല്ലല്ലോ. ഭ്രാന്തന്മാർ, യുദ്ധം നടത്തുന്നവർക്ക് ഭ്രാന്തന്മാരാണെങ്കിൽ ആരാ യഥാർത്ഥ ഭ്രാന്തന്മാർ? അതിനൊന്ന് മറുപടി പറഞ്ഞാൽ 1, 2 ലോകമഹായുദ്ധങ്ങൾ നടത്തി. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏത് ഭ്രാന്തരാ? അല്ല, ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട് അബ്ദുള്ള സാഹിബ്. ഞാൻ പറയട്ടെ, ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുക. ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. ഞങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പറയണം. അതായത് പിന്നെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും നമ്മളെ പഠിപ്പിച്ചൊരു പാടുണ്ട്. 3-ാം ലോകമഹായുദ്ധം ഉണ്ടാവരുതെന്ന്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ മനുഷ്യനും ഒരേപോലെ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടെ അവതാരകരായിട്ടുള്ള അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവർ ഉൾപ്പെടെയുള്ള അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും പിന്നെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് 3-ാം ലോകമഹായുദ്ധം ഉണ്ടാവരുതെന്നുള്ളതാണ്. പക്ഷേ ഇത് ആ വഴിക്ക് നീങ്ങുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ബഹ്റൈൻ ഇപ്പുറത്ത് ഇവരെ കൂടെ സഖ്യം ചേർന്നു. സൗദി അറേബ്യയും UAEയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇറാനെ നിർവീര്യമാക്കണം എന്നുള്ളതാണ്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തകർക്കുന്നു, ഇറാൻ്റെ ആണവ പ്രതിരോധ മാർഗങ്ങൾ തകർക്കുന്നു, ഇറാൻ്റെ ഇവരുടെ ഈ സമ്പുഷ്ട യുറേനിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന വെയർ ഹൗസുകൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലൊടുക്കിയാണ്. മാത്രമല്ല, ഓരോ സീനിയറായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, ഈ സയൻറ്റിസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രജ്ഞന്മാർ തന്നെ വേണം. അപ്പോൾ ഇവരെ ഇത് ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള പോക്കിനെ തടയിടാൻ പറ്റും. ഇവരുടെ സുപ്രീം കമാൻഡർ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരെല്ലാം കൊല ചെയ്യപ്പെടുന്നു. ടെഹ്റാനിൽ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ സുപ്രീം കമാൻഡർ, അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ റൂം ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ആയുധം കൊടുത്ത് പിന്നെ ഷെല്ലാക്രമണത്തിൽ കൊന്നുകളഞ്ഞത്, തട്ടിക്കളഞ്ഞത്. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാഥനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആ അവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന ജനം തെരുവിലിറങ്ങും. കാരണം അവിടുത്തെ ജനം നമുക്കറിയാലോ, തട്ടമിട്ടത് കാറ്റടിച്ചപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് 22 വയസ്സുള്ള പെൺകുട്ടിയെ അവിടുത്തെ മതകാര്യ പോലീസ് തല്ലിക്കൊന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു സംസ്കാരമാണ് അവിടെ ഉള്ളത്. കവിത എഴുതുന്നതിൻ്റെ പേരിൽ ചെറുപ്പക്കാരെ ജയിലിൽ കൊണ്ടുപോയിടുക, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ പാകിസ്ഥാനിലെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, പിന്നെ ബലൂചിസ്ഥാനിലുള്ളവരും അതേപോലെ തന്നെ POK ചോദിച്ചോളൂ. ഒരു ചോദ്യം, ഒരു കിലോ മാംസം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അത് പശുമാംസമാണ് എന്ന് പറഞ്ഞ് പിടികൂടി. ഇതാ ചോദ്യം. ഒരാൾ അല്പം മാംസം കൊണ്ടുപോകുമ്പോൾ ആ മാംസം പശുവിനറുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആളിവിടുന്ന് ഗുജറാത്തിൽ തല്ലിക്കൊന്നു. പരിശോധന എഴുതി ഗോമാംസമല്ല എന്ന് ബോധ്യപ്പെട്ടു. ഇതൊക്കെ അത് മെനിയാന്ന് നടന്നത്. അല്ല, ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. അല്ല, ഇതില് അബ്ദുള്ള സാഹിബ് ചുറ്റും ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്കുള്ള പ്രശ്നമാണ്. നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ സഖാക്കള് നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ക്ഷമയോടെ ഇന്റെ സമയത്തിനകത്ത് കേട്ടിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ മിണ്ടുന്നില്ല. അബ്ദുള്ള സാഹിബ് പ്ലീസ്. ഓക്കെ, കേട്ടെ, നിങ്ങൾ മിണ്ടണം, മിണ്ടുന്നതിന് നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. പക്ഷെ ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്കുള്ള പ്രശ്നം ഞാൻ പറയട്ടെ. അബ്ദുള്ള സാഹിബ് പ്ലീസ്, ഞങ്ങളടുത്ത് കൈകൂപ്പി പറയാണ്, പ്ലീസ് ഒന്ന് പറയട്ടെ. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിനല്ല മറുപടി പറയണ്ട. ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ പിന്നെ CPM-ന്റെ സഖാക്കൾക്കുള്ള കുഴപ്പമുണ്ട്. ഇവിടുത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലെ അപ്പം പറയും, നിങ്ങൾ ചൈനയ്ക്ക് നോക്കൂ, നിങ്ങൾ റഷ്യക്ക് നോക്കൂ, അല്ലെങ്കിൽ സന്ദേശ സിനിമയ്ക്കകത്തുള്ള മാതിരി പോളണ്ടിനെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അതേമാതിരിയാണ് നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെയും പിന്നെ ഈ പശ്ചിമേഷ്യയുടെ ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ അതിൻ്റെ കാരണങ്ങളെയും ഒക്കെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നേരെ ഇവിടുത്തെ പശുവർച്ചിക്ക് വന്നു. അതേ പറഞ്ഞത്, അവിടുത്തെ കാര്യം സംസാരിക്കുമ്പോൾ അവിടുത്തെ കാര്യം സംസാരിക്കൂ. അവിടെ നമ്മൾ പിന്നെ ആഭ്യന്തര രാഷ്ട്രീയം അല്ല സംസാരിക്കുന്നത്. അത് വേണമെങ്കിൽ വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് ഡിബേറ്റ് വെക്കാൻ പിന്നെ ശ്രീ അനിൽ നമ്പ്യാരോട് ആവശ്യപ്പെടാം. അപ്പോൾ നമുക്കിരിക്കാം. പക്ഷേ ഇപ്പോൾ വിഷയം ഇതാണ്. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പം ആകെ നമുക്കെതിരെ രംഗത്ത് വന്നത് ആ മേഖലയിൽ നിന്ന് തുർക്കി മാത്രമാണ്.
നമുക്ക് പിന്നെ നമ്മൾ ഇന്ന് വരെ പിന്നെ അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കാത്ത ഇസ്രായേലാണ് ആദ്യം നമുക്ക് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചത്. നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇസ്രായേലിനോട് ഒപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവിടെ ഹമാസിനോട് എതിർപ്പുണ്ട്, പക്ഷേ പാലസ്തീൻ ജനതയും ചേർത്ത് പിടിക്കണം. പാലസ്തീൻ ജനത ഈ ഹമാസിൻ്റെ പിന്നെ പാലസ്തീൻ PLOയുടെ നേതാവായിട്ടുള്ള പാലസ്തീൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസാണ് പറഞ്ഞത് ഇവരെ നായകളുടെ സന്തതികൾ എന്ന് ഹമാസിനെ വിശേഷിപ്പിച്ചത്. കാരണം അവർ കാരണമാണ് ഈ കെടുതിക്ക് ആൾക്കാർ പോകുന്നത്. ഹമാസിന് പിന്നെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് ഈ പിന്നെ ആയത്തുള്ള ഖൊമേനിയും അവരുടെ റെവല്യൂഷണറി ഗാർഡുമാണ്. ഇസ്മായിൽ ഹാനിയയ്ക്ക് അഭയം കൊടുത്ത അവരാണ്. പക്ഷെ ഒക്കെ തീർന്നുപോയി, ഒക്കെ പിന്നെ ഇതായി. ഇനിയിപ്പോൾ എന്താണ് ഖൊമേനിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ജനം തെരുവിലിറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചെറുപ്പക്കാർ സഫർ ചെയ്യുകയാണ്, സ്ത്രീകൾ അനുഭവിക്കുകയാണ്. സൗദി അറേബ്യ വരെ പുരോഗമനത്തിൻ്റെ വഴിയെ കൂടെ പോവുക. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, അവിടെ പിന്നെ സിനിമാ തിയേറ്ററുകൾ തുടങ്ങുന്നു, അവിടെ പിന്നെ കളിക്കളത്തിൽ അല്ല ഗാലറിയിൽ സ്റ്റേഡിയത്തിൽ വരാം, അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു. മറ്റേത് സ്ത്രീകൾ വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ കാലം മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് ഏതോ പഴയ നൂറ്റാണ്ടിൻ്റെ കുറ്റിയിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുകയാണ്. ഒരു കാലത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് ഇവർ സ്വയം വലിച്ചെറിയപ്പെടുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും, ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങും. ഞാൻ പറയുന്നു ലിബിയയിലും ഈജിപ്തിലും അതേ വഴി, അതേ മുല്ലപ്പ് വിപ്ലവത്തിന്റെ വഴിയിലേക്ക് ഇവർ പോകും. മറുപടി പറഞ്ഞോ. പിന്നെ മറ്റൊന്ന് മറുപടി പറഞ്ഞോ. ഒരു ചോദ്യം. അദ്ദേഹം ഏതോ നൂറ്റാണ്ട് തന്നെയുണ്ടോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ പ്രാദുർഭാവക്കാരാണ്. അങ്ങനെയാണെങ്കിൽ എത്ര മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് വളരെ വളരെ ഒരിക്കലുമല്ല ഇസ്ലാമിക നിയമങ്ങൾ ബാധകല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗം, ഞാൻ പറയട്ടെ, പറഞ്ഞു മുഴുവനാക്കട്ടെ, കോരപ്പുഴ കടക്കാൻ പാടില്ല, ഇതൊക്കെ പറയട്ടെ, കോരപ്പുഴ കടക്കാൻ പാടില്ല, കടൽ കടക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ കാലം വരെ കേരളത്തിൽ നമ്മുടെ വിശ്വാസമായിരുന്നു. കടക്കാൻ സമ്മതിച്ചില്ലായിരുന്നു മുമ്പ് ഇവിടുത്തെ സാധാരണ വിഭാഗം. താങ്കൾക്കറിയാം, ചരിത്രം എടുത്ത് വായിച്ചു വെക്കുകയെല്ലാം അറിയാം. അപ്പോൾ അത്രത്തോളം വിശ്വാസപരമായ ഈ പിന്തിരിപ്പത്തരം എല്ലാ ജനവിഭാഗങ്ങളും കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ലോകം എത്രയോ മുന്നേറുന്നു. അക്കൂട്ടത്തിൽ വളരെ മുന്നിൽ മുസ്ലിം ലോകം മുന്നേറുന്നുണ്ട് എന്ന വസ്തുത കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും താങ്കൾ ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ, അതാ താങ്കൾ പറഞ്ഞു ഏതോ നൂറ്റാണ്ടിലെ ഏതോ കാലഘട്ടത്തിലെ ആശയങ്ങളാണ് ഇതിന് കാരണം. ആ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവർ തന്നെയാണ് ലോകത്ത് ഏറ്റവും അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പേസിലേക്ക് പോകാൻ തീരുമാനിച്ച പെൺകുട്ടീൻ്റെ പേരെന്താ? ഒരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ. അതെന്താ താങ്കൾ ഉദ്ധരിക്കാത്തത്? ലോകത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഓടുന്ന സമുദായത്തെക്കുറിച്ച് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾ താങ്കൾ വെച്ചു പുലർത്തുന്നതിൽ അത്ഭുതമുണ്ട്. ശരി ശരി, ഓക്കെ. എനിക്ക് മറുപടി പറയാൻ അവസരം തരണം. രാജൻ പറഞ്ഞോ. പറഞ്ഞ ശേഷം അടുത്തവരിലേക്ക് പോവാം. യെസ്, വരാം. ഓക്കെ, രാജൻ പറയേണ്ടത് പറഞ്ഞോ. അല്ല, അതിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ ഓബ്ദുള്ള സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങേറ്റത്തെ ബഹുമാനത്തോടു കൂടി പറയാനുള്ളത്, പിന്നെ സ്പേസിലേക്ക് ഇവിടുന്ന് പോകുന്ന പെൺകുട്ടികളുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അദ്ദേഹം വയനാട് MP ആയിരിക്കുമ്പോൾ കരുവാരകുണ്ട് സ്കൂളിലും വണ്ടൂർ സ്കൂളിലും അദ്ദേഹം ഓരോ പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചപ്പം അത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് അതിമനോഹരമായി തർജ്ജമ ചെയ്തത് പെൺകുട്ടികളാണ്, മുസ്ലിം പെൺകുട്ടികളാണ്. അതാലോചിച്ച് നോക്കൂ. അപ്പോൾ സ്പേസിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും നയതന്ത്ര പ്രതിനിധികളായിട്ട് പല ഗൾഫ് രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതിനിധികളായിട്ട് അവരെ ഹൈക്കമ്മീഷണർമാരായിട്ടും അംബാസഡർമാരായിട്ടും പറഞ്ഞയക്കുന്നത് അറബ് യുവതികളെയാണ്. പക്ഷേ ആ യുവതികൾ അനുഭവിക്കുന്ന അതേ അവകാശം, അതേ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസ്ഥ അത് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. ഏതോ നൂറ്റാണ്ടെന്ന് പറഞ്ഞത് ഞാൻ പ്രാകൃതമായ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് എല്ലാ മതത്തിലും ഉണ്ട്. ഇപ്പം സതി ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ, അത് നിർത്തലാക്കിയില്ലേ? രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെയുള്ളവരുടെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം വരുന്ന കാലത്ത് പിന്നെ അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് നിയമ പോരാട്ടം നടത്തിയിട്ടല്ലേ? അപ്പോൾ എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ജൂത സമൂഹത്തിലും ഹൈന്ദവ സമൂഹത്തിലും ഒക്കെ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ. ആ അനാചാരങ്ങളെ പൊളിക്കുന്നതല്ലേ വിപ്ലവം. ഇപ്പോഴും കൊണ്ടുപോയിട്ട് പഴയ കാലത്തെ കുറ്റിയിൽ കൊണ്ടുപോയി കെട്ടിയിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, പിന്നെ മാർക്സും ഏംഗൽസും ഏതോ നൂറ്റാണ്ടിൽ 1.5 നൂറ്റാണ്ട് മുമ്പ് എഴുതിയിട്ടുള്ള പുസ്തകം മൂലധനമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിലും അത് അന്നത്തെ യൂറോപ്യൻ സാഹചര്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയതാണ്. അത് അതേപടി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഇന്ത്യയെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്ന മാതിരിയുള്ള സാധനങ്ങളാണിത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ
നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ, അത് അവിടുത്തെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ, അവിടുത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അത് മാനവിക ബോധമുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചു നോവിക്കുന്നതാണ്, ഹൃദയം പൊടിയുന്നതാണ്. നമ്മളെ സഹോദരിമാരാണെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. ആ വിഷമത്തോട് ഇട്ടാ പറയണം. അതുകൊണ്ടാണ് പറയുന്നത് ജനം തെരുവിലിറങ്ങും. ജനം തെരുവിലിറങ്ങുന്ന കുറച്ച് ദിവസം കൂടി കണ്ടു കഴിഞ്ഞാൽ ജനം തെരുവിലിറങ്ങും. ഒന്നും നോക്കാനില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, രക്തസാക്ഷികളെ ഇപ്പോൾ ഭഗത് സിംഗ് രക്തസാക്ഷിയായിട്ടില്ലേ, അതേപോലെ ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ശേഷം വരുന്നവരെങ്കിലും ഈ കെട്ടകാലത്തിന്റെ ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്ന് അവരാഗ്രഹിക്കും.